അതേ, ഒരു കഥ പറയട്ടെ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? അത് ഇനി കാര്യവും പറയാം കേട്ടോ. ഒരിടത്ത് 2 അയലോക്കാരുണ്ടായിരുന്നു. ആ 2 പേരും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരാളൊരു പോലീസുകാരനായിരുന്നു, മറ്റൊരാൾ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. 2 പേർക്കും ഒരു ദിവസം കൃഷിവകുപ്പിൽ നിന്ന് 2 മാവിൻ തൈകൾ കിട്ടി. 2 പേർക്കും ഓരോ മാവിൻ തൈ വെച്ച് കിട്ടി. 2 പേർക്കും ഭയങ്കര സന്തോഷമായി. നല്ല മാങ്ങ ഉണ്ടാകുന്ന മാവാണേ. 2 പേരും അവരുടെ മുറ്റത്ത് തന്നെ മാവിൻ തൈ കിട്ടും. പോലീസുകാരൻ വളരെ കൺസേൺ ആയിരുന്നു. അയാൾ എന്നും വേണ്ടുന്ന വളവും വെള്ളവും ഒക്കെ ഇട്ട് നന്നായിട്ട് പരിപാലിച്ചു. അയാൾ അതിൻ്റെ ഓരോ അസുഖങ്ങളൊക്കെ വരുന്നതിനെല്ലാം നുള്ളിക്കളഞ്ഞ് ഇലകളൊക്കെ ശുദ്ധമാക്കി സുന്ദരമാക്കി വെച്ച് മാവിനെ വളർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ കൂലിപ്പണിക്കാരനോ അതിന് വേണ്ടുന്ന കാര്യം മാത്രം കൊടുത്തു. വേണ്ടപ്പോൾ മാത്രം വെള്ളം, വളമൊക്കെ പേരിന് മാത്രം. അങ്ങനെ കാലം കഴിഞ്ഞു. കുറച്ച് നാൾക്കകം തന്നെ ഈ മാവ്, പോലീസുകാരൻ്റെ മാവ് വളർന്ന് പെട്ടെന്ന് പന്തലിച്ച് മിടുക്കനായി ശക്തിമാനായ മാവായി മാറി. അപ്പോഴോ അയലോക്കാരൻ്റെ എത്തി നോക്കിയപ്പോഴോ അതിങ്ങനെ കുറച്ച് ഇലകളും കുറച്ച് കൊമ്പുകളും ഒക്കെ ആയി വളർന്നു. അത്ര തന്നെ, അത്ര ആരോഗ്യമൊന്നും കാണുന്നില്ല. പോലീസുകാരൻ സന്തോഷമായി. കണ്ടോ, ഞാൻ എത്ര കെയർഫുള്ളായിട്ടാണ് എൻ്റെ മാവിനെ സംരക്ഷിക്കുന്നത്, എത്ര മിടുക്കനായി നോക്കൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഭയങ്കരമായ കൊടുങ്കാറ്റ് വന്നു, ഭയങ്കര മഴയും. രാവിലെ 2 പേരും ഉണർന്നെഴുന്നേറ്റ് മുറ്റത്ത് നോക്കി. പോലീസുകാരനാണ് വലിയ സങ്കടത്തിലേക്കായി. എന്താ കാരണം? മാവ് ഒടിഞ്ഞു കിടക്കുന്നു. എന്നാൽ കൂലിപ്പണിക്കാരൻ്റെ മുറ്റത്തെ മാവിലേക്ക് നോക്കുമ്പോൾ അതിന് കറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല, കുറച്ച് ഇലകളൊക്കെ പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വല്ലാത്ത സങ്കടമായി. എത്ര താലോലിച്ച് വളർത്തിയ മാവായിരുന്നു. അപ്പോൾ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താടാ നിൻ്റെ മാവിനൊന്നും പറ്റിയില്ലോ? എൻ്റെ മാവ് കണ്ടില്ലേ, എത്ര ആരോഗ്യവാനായിരുന്നു, എത്ര കരുത്തായിരുന്നു, എന്നിട്ടും ഒരു കാറ്റ് വന്നപ്പോൾ ഒടിഞ്ഞു പോയി, എന്താ ഇതിന് കാരണം? അപ്പം കുലുമ്പടിക്കാരൻ ഒരു കാര്യം പറഞ്ഞു. എന്താ അത്? ഇവിടെ മോനെ, നീ അതിന് വേണ്ടുന്ന വളവും വെള്ളവും ഒക്കെ കൊടുത്തില്ലേ? അതിനെ സംഘർഷത്തിലൂടെ കടന്നു പോകാൻ, കഷ്ടപ്പാടിലൂടെ കടന്നു പോകാൻ നീ അനുവദിച്ചോ? അതിൻ്റെ ഫലമായി ഈ വളവും വെള്ളവും ഒക്കെ മേലിൽ തന്നെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ മേൽപ്പരപ്പിലെ വേരുകളൊക്കെ അത് പരത്തി അങ്ങെടുത്തു. ഒരു കഷ്ടപ്പാടും അതിന് അനുഭവിക്കേണ്ടി വന്നില്ല. എൻ്റെ മാവിനോ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളും അല്പസ്വല്പം വളർച്ചയ്ക്കുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ടോ അതിൻ്റെ വേരുകൾ, പ്രത്യേകിച്ചും തായ് വേര്, ആഴത്തിലേക്ക് ഓടിച്ച് അവിടുന്ന് വളവും വെള്ളമൊക്കെ എടുക്കേണ്ടി വന്നു. അതിൻ്റെ ഫലമായിട്ടോ അതിൻ്റെ നിലനിൽപ്പ് സുസ്ഥിരമായി. തായ് വേര് ഉറച്ചു. നിൻ്റെ മാവിനോ തായ് വേര് ഉറച്ചില്ല, മുകളിൽ മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ നല്ല മിടുക്കൻ, പക്ഷേ ഒരു കാറ്റിനെ പോലും താങ്ങാനുള്ള ശക്തി അതിനുണ്ടായില്ല. അതുകൊണ്ടാണ് എൻ്റെ മാവ് ഒടിഞ്ഞു പോയത്. എൻ്റെ മാവ് ഒടിയാവുന്നതും ഈ കാരണം കൊണ്ടാണ്. കാരണം അത് സംഘർഷത്തിലൂടെ കടന്നു വന്നു, എൻ്റെ തായ് വേര് ഉറച്ചിരുന്നു. ഇനി കാര്യം അറിയണ്ടേ? എന്താ? നമ്മുടെ മക്കളെ നമ്മളിങ്ങനെയല്ലേ വളർത്തുന്നത്. ആവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ ഒഴിക്കുന്ന പോലെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ നോക്കുന്നു. കാരണമോ നമ്മൾ കഷ്ടപ്പാടിൽ കൂടെ വന്നു, നമ്മുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് ശരിയാണോ? കാണുമ്പോഴൊക്കെ മിടുക്കന്മാരാ, പക്ഷേ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തന്നെ കണ്ടില്ലേ എന്ന് കുട്ടികൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? കുറ്റം അവരുടെയാണോ? നമ്മുടെ അല്ലേ? നമ്മൾ മാതാപിതാക്കന്മാരല്ലേ ശ്രദ്ധിക്കേണ്ടത്? അവരെ കരുത്തന്മാരെ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ വേണ്ടാത്തത് ചെയ്ത് അവരെ വെറുതെ വീക്കാക്കി കളയരുത്, അവരെ തളർത്തരുത്. അവരകത്തുനിന്ന് ഉൾക്കരുത്തോടെ വളരട്ടെ, അവരുടെ തായ് വേരുകൾ ഉറച്ച് ഇരിക്കട്ടെ, ശക്തിമാന്മാരായി സംഘർഷങ്ങളെല്ലാം നേരിടാനുള്ള കരുത്തുള്ളവരാക്കി അവരെ വളർത്തിയെടുക്കുക. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കടിച്ച് വളർത്തണമെന്നാണ് പണ്ടത്തെ പ്രമാണം കേട്ടോ, മറക്കണ്ട.